ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ എഫ് എക്സാമിങ് എത്തി. അതിന് മുമ്പ് ഒരു ഫൈനൽ ലാബ് റിവിഷൻ. ഓക്കെ, ഓരോ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം ഒന്ന് വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്നൊരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഒരു ഹാഫ് ആൻ അവറിൽ നമുക്ക് തീർക്കാം. പെട്ടെന്ന് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ലാസ്റ്റ് മിനിറ്റാണ്, അതിനിടയിൽ വേറെ പരിപാടിക്കുള്ള സമയമില്ല. നേരെ ടു ദ ടോപ്പിക്. നമുക്ക് ആദ്യം അറിയാം, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു തിയറി ചാപ്റ്ററാണ്. ഞാൻ അധികം സ്ട്രെസ് ചെയ്ത് എടുക്കാറില്ല. ദെൻ റേഷ്യോ അനാലിസിസ്. നമ്മൾ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റേഷ്യോ അനാലിസിസിൽ നിന്ന് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരുന്നത്. ഈ വർഷവും അത് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ലാസ്റ്റ് ഇയറിൽ കഴിഞ്ഞ വർഷം 5 മാർക്കിനാണ് റേഷ്യോ അനാലിസിസിൽ നിന്ന് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ വർഷവും സെയിം മോഡൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. കാരണം ബേസിക്കലി റേഷ്യോയിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ തന്നെയാണ്. മാർക്ക് മേ ബി വേണമെങ്കിൽ കൂടാം. 5 എന്നുള്ളത് ചിലപ്പോൾ ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റിനിലോട്ട് വരാം, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിലോട്ട് വരാം. ദെൻ ക്യാപിറ്റലിലോട്ട് വരികയാണെങ്കിൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലോട്ട് വരികയാണെങ്കിൽ, ലാസ്റ്റ് ഇയറിൽ എഗെയിൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വന്നത്. 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ല, 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വന്നത്. അവിടെ CAPM മെത്തേഡ്, പിന്നെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ യൂസിങ് YTM, അതുപോലെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ യൂസിങ് അപ്രോക്സിമേഷൻ മെത്തേഡ്, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാൻസിൽ കുറച്ചുകൂടെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ എക്സ്പെക്ട് ചെയ്യാം. 8 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആവറേജ് ഒരു 7 to 8 മാർക്ക് റേഞ്ചിൽ തന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്നുള്ള ആ ഒരു ഏരിയ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിലോട്ട് വന്നാൽ കഴിഞ്ഞ തവണ കമ്പാരിറ്റീവ്ലി ചെറിയൊരു ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. 5 മാർക്കിന് മൊഡിഗ്ലനി മില്ലർ അപ്രോച്ച് മാത്രം ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ ചാൻസിൽ കുറച്ചുകൂടെ വെയിറ്റേജ് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഒരു 8 മാർക്കിൻ്റെ വലിയ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. ഒന്നെങ്കിൽ മൊഡിഗ്ലനി മില്ലർ തന്നെ റിപ്പീറ്റ് ചെയ്യാം, അത് വിത്ത് ടാക്സും വിത്തൗട്ട് ടാക്സിൻ്റെ ഉള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ EBIT EPS അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള EPS കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു ചോദ്യമായിരിക്കാം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിലെ ഓരോ തിയറിയും നോക്കുക. അതിൽ തന്നെ മൊഡിഗ്ലനി മില്ലറൊക്കെ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പ്ലസ് EBIT EPS അനാലിസിസ് ഒന്നും കൂടെ ഒന്ന് നോക്കിയേക്കുക. കുറച്ചും കൂടി ഒരു ചാൻസ് ഉണ്ട്. കാരണം പ്രീവിയസ് ചാൻസിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ചോദിച്ചത് കൊണ്ട് EBIT EPS അനാലിസിസ് വേണമെങ്കിൽ ചോദിക്കാം. ഇനി അഗെയിൻ ലെവറേജിനകത്തുനിന്നും വളരെ ചെറിയൊരു ചോദ്യമാണ് ചോദിച്ചിരുന്നത്. 5 മാർക്കിൻ്റെ ചോദ്യമാണ് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ലെവറേജിൽ നിന്ന് വരാം. അപ്പോൾ ലെവറേജിൻ്റെ ഒരുപാട് നല്ല പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിലെ നോട്ട്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ നിങ്ങൾക്ക് മറ്റൊന്നും നോക്കാൻ സമയമില്ലെങ്കിൽ നമ്മുടെ നോട്ട്സിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെവറേജിനകത്ത് ഓപ്പറേറ്റിംഗ് ലെവറേജ്, ഫിനാൻഷ്യൽ ലെവറേജ്, കമ്പനി ലെവറേജ് ഉണ്ട്. അത് മൂന്നും ബേസ് ചെയ്തിട്ടുള്ള റിവേഴ്സ് വർക്കിങ്ങും അത് ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ക്ലാസ്സിൽ കുറേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, ഇനി നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ, അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ മെയിനായിട്ട് അവിടെ NBV കമ്പ്യൂട്ടേഷനും IRR കമ്പ്യൂട്ടേഷനുമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ചാൻസിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, നമ്മുടെ ക്ലാസ്സിലെ തന്നെ നോട്ട്സ് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരുന്നത്. അതായത് ബേസിക്കലി നമ്മുടെ കാണിക്കാം, ഈ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ചാൻസിൽ നമുക്ക് ചോദിച്ചിരുന്നത്. അത് ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ നമ്മുടെ ഇൻഫ്ലോ തന്നിട്ടുണ്ട്, ലൈഫ് തന്നിട്ടുണ്ട്, സാൽവേജ് വാല്യൂ തന്നിട്ടുണ്ട്, IRR തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇത്രയും ബേസ് ചെയ്തിട്ട് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യണം, NBV കാണണം, PI കാണണം, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് കാണണം, MIRR കാണണം. ഇത്രയായിരുന്നു ചോദിച്ചിരുന്നത്. ആക്ച്വലി ടൈം കൺസ്യൂമിംഗ് ആണ്. 8 മാർക്കിന് ഇത്രയൊരു ക്വസ്റ്റ്യൻ എഴുതി വരുമ്പോഴത്തേക്ക് 8 മാർക്കിൻ്റെ ടൈമിനകത്ത് നിൽക്കത്തില്ല. ഒരു 10-12 മാർക്കിനുള്ള ടൈമിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ചോദ്യമാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ ചാൻസിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ നിന്ന് ഒരു പ്രോപ്പർ NBV കമ്പ്യൂട്ടേഷൻ്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ അത് ആദ്യത്തെ MCQനകത്താവാം, അല്ലെങ്കിൽ കാരണം MCQ കഴിഞ്ഞ വർഷം ചോദിച്ചത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ചാൻസിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു MCQ ക്വസ്റ്റ്യൻ, വലിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ MCQ ചോദിച്ചില്ലെങ്കിൽ തന്നെ നോർമൽ ക്വസ്റ്റിനകത്തൊരു വലിയ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. കാരണം കഴിഞ്ഞ ആൻസർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. ടൈം കൺസ്യൂമിംഗ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഒരു വലിയ കാര്യമായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെസ്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ ചാൻസിൽ നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് നമുക്കൊരു പ്രോപ്പർ NBV കമ്പ്യൂട്ടേഷൻ്റെ ചോദ്യം വരാം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് NBV കമ്പ്യൂട്ടേഷൻ. അപ്പോൾ അതെടുത്ത് റിവൈസ് ചെയ്യുക, ക്വിക്കായിട്ട് അതൊന്ന് റിവൈസ് ചെയ്യാം. എസ്പെഷ്യലി ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ,
ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോസ് വരുന്ന കേസുകൾ, ഡിപ്രീസിയേഷൻ, ബ്ലോക്ക് കോൺസെപ്റ്റിലുള്ള ഡിപ്രീസിയേഷൻ വരികയാണെങ്കിലുള്ള ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. ബ്ലോക്ക് കോൺസെപ്റ്റൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡിപ്രീസിയേഷനകത്ത് WDV മെത്തേഡോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വർക്കിംഗ് വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ലാസ്റ്റ് റിവിഷനായിട്ട് ഞാൻ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ചാൻസിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി പിന്നുള്ളത് നമ്മുടെ IRR ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷനാണ്. IRRും IRRൻ്റെ റിവേഴ്സ് വർക്കിങ്ങും. നമുക്ക് IRR തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് കാണാനായിട്ടോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കാണാനായിട്ടുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ഡിവിസിബിൾ പ്രോജക്റ്റും ഇൻഡിവിസിബിൾ പ്രോജക്റ്റും ക്യാപിറ്റൽ റേഷനിങ്ങുമായി ബന്ധപ്പെട്ട സിറ്റുവേഷനാണ്. അപ്പോൾ ക്യാപിറ്റൽ റേഷനിങ്ങിനകത്ത് ഡിവിസിബിൾ ആണോ ഇൻഡിവിസിബിൾ ആണോ എന്ന് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് ചൂസ് ചെയ്യുന്ന സെനാരിയോ, അതിപ്പോൾ ചോദിച്ചിട്ട് കുറച്ചായി, അപ്പോൾ അത് വേണമെങ്കിൽ ചാൻസ് ഉണ്ട്, വേണമെങ്കിൽ അത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഡിവിഡൻഡ് ഡിസിഷനാണ്. ഡിവിഡൻഡ് ഡിസിഷനിൽ നിന്ന് സത്യത്തിൽ കഴിഞ്ഞ വർഷം ഒരു നല്ല ചോദ്യം വന്നിട്ടില്ല. വേണമെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷൻ ആണെന്ന് പറയാവുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്നൊരു ചോദ്യമാണ്. ഗോർഡൻ മോഡൽ ബേസ് ചെയ്തിട്ട് PE റേഷ്യോയും ഇതും കൂടെ തന്നിട്ട് റിട്ടൻഷനും ഒക്കെ തന്നിട്ടുള്ളൊരു ചോദ്യം. അത് പക്ഷേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് നമ്മൾ അതേ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്, ഗ്രോത്ത് കാണാനായിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണോ ഡിവിഡൻഡ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടും സെയിം ഗോർഡൻ മോഡൽ ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചോദ്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ B ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ട്രിക്കി ക്വസ്റ്റൻ ആയിരുന്നു, ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്നൊരു ചോദ്യമാണ്. പക്ഷേ സ്റ്റിൽ എഗെയിൻ നമുക്ക് ഡിവിഡൻഡ് ഡിസിഷനിൽ നിന്ന് ഒരു പ്രോപ്പർ ചോദ്യം കഴിഞ്ഞ വർഷം വന്നിരുന്നില്ല. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷനകത്ത് നമ്മൾ പ്രധാനമായിട്ട് 3 അപ്രോച്ചാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്: ഗോർഡൻ, വോൾട്ടർ, മോഡിഗ്ലനി മില്ലർ. അപ്പോൾ അതിൽ ഗോർഡൻ ബേസ് ചെയ്തൊരു ചോദ്യം കഴിഞ്ഞ വർഷം വന്നതുകൊണ്ട് തന്നെ വോൾട്ടറും മോഡിഗ്ലനി മില്ലറും കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കുക ഈ ചാൻസിൽ. അപ്പോൾ നമ്മുടെ ഗോർഡൻ മോഡൽ ഏറെക്കുറെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോൾട്ടർ അല്ലെങ്കിൽ മോഡിഗ്ലനി മില്ലറാണ് കുറച്ചും കൂടി ഒരു ചാൻസ് ഉള്ളത് ഡിവിഡൻഡ് ഡിസിഷനകത്ത്. ഇത് എഗെയിൻ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു വളരെ ബ്രിമ്മിൽ നിന്നുകൊണ്ട് ഏറ്റവും അവസാനം ഒരു ഷോർട്ട് ടൈമിൽ എന്ത് റിവൈസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നതെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷനകത്ത് വോൾട്ടർ മോഡൽ ആൻഡ് മോഡിഗ്ലനി മില്ലർ മോഡൽ, അപ്രോച്ചിൻ്റെ എസ്പെഷ്യലി അപ്രോച്ചിൻ്റെ ഡിവിഡൻഡ് ഇർറലവൻസി, ഇപ്പോൾ നിങ്ങൾ ഡിവിഡൻഡ് കൊടുത്താലും ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിലും അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിവിഡൻഡ് ഇർറലവൻസി കുറച്ച് കാര്യമായിട്ട് നമുക്ക് നോക്കുക മോഡിഗ്ലനി മില്ലറിനകത്ത്. അതാണ് ഞാൻ കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷനകത്ത്. അടുത്തത് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റലിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ചോദ്യം ആദ്യം MCQനകത്ത് ചോദിച്ചിരുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനകത്ത് നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ അസസ് ചെയ്യാനായിട്ടുള്ളൊരു ചോദ്യം കൃത്യമായിട്ടൊരു 15 മാർക്കിന് അതിലൊരു 10 മാർക്കെങ്കിലും വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ 10 മാർക്കിന് ഒരു വലിയ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് 10 മാർക്കിന് MCQ ആയിട്ട് ചോദിച്ചത്. അതായത് നമ്മുടെ കമ്പനിക്ക് ഒരു ഡൊമസ്റ്റിക് സെയിലുണ്ട്, എക്സ്പോർട്ട് സെയിലുണ്ട്, ഓരോന്നിൻ്റെയും GP മാർജിൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഓരോ കോസ്റ്റും ഒക്കെ പറഞ്ഞിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് റോ മെറ്റീരിയൽ കൺസംഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓരോ സ്റ്റെപ്പിലെ വർക്കിംഗ് ക്യാപിറ്റൽ കാണാനായിട്ടുള്ളൊരു ചോദ്യമാണ് കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ചത്. അപ്പോൾ ഈ വർഷം വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ചാപ്റ്ററുകൾ, അതായത് റിസീവബിൾസ് മാനേജ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റിൽ നിന്നോ ഉള്ളൊരു ചോദ്യം നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അത് MCQ ക്വസ്റ്റൻ ആയിട്ടായിരിക്കില്ല, അല്ലാതെ ഒരു നോർമൽ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ക്യാഷ് മാനേജ്മെൻറ്റും റിസീവബിൾസ് മാനേജ്മെൻറ്റും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ പഠിക്കേണ്ടെന്നല്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഡെഫിനറ്റ്ലി നോക്കണം. MCQ ചോദിച്ചിട്ടില്ലെങ്കിൽ അല്ലാതെ ഒരു നോർമൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. പക്ഷേ ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും റിസീവബിൾസും ക്യാഷും കൂടെ ചേർത്ത് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. അതിൽ നിന്ന് മൂന്നിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് കുറച്ചും കൂടെ റിസീവബിൾസ് മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റിനോ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കാൻ ശ്രമിക്കുക. ക്യാഷ് മാനേജ്മെൻറ്റിനകത്താണെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് ക്യാഷ് ബഡ്ജറ്റാണ്, അതുപോലെ ക്യാഷ് മാനേജ്മെൻറ്റ് മോഡൽ. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 2 മാർക്സ് ക്വസ്റ്റൻ ആയിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് മോഡൽ ചോദിക്കാം, EOQ മോഡൽ ചോദിക്കാം. പിന്നെ ഉള്ളത് ക്യാഷ് ബഡ്ജറ്റാണ്. ക്യാഷ് ബഡ്ജറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുള്ളതാണ്, ഈസിയാണ്, ബട്ട് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അത് ഒന്ന് നോക്കി വെക്കുക. ഇനി റിസീവബിൾസ് മാനേജ്മെൻറ്റിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഏരിയ ആണ്. ഒന്ന് ക്രെഡിറ്റ് പോളിസി ഇവാലുവേഷൻ, 2 ഫാക്ടറിങ്.
അപ്പോൾ ക്രെഡിറ്റ് പോളിസി വാല്യൂഷൻ പല പോളിസികൾ തന്നിട്ട് അതിൽ ഏതാണ് ബെറ്റർ പോളിസി എന്നുള്ള സംഗതി ചോദിക്കുന്ന ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. പിന്നുള്ളത് ക്രെഡിറ്റ് പോളിസി വാല്യൂഷൻ കഴിഞ്ഞാൽ ഫാക്ടറിംഗ് ആണ്. ഫാക്ടറിംഗ് കുറച്ചുകൂടെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫാക്ടറിംഗ് ക്രെഡിറ്റ് പോളിസിയും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ആൻസറുകളിലൊക്കെ ചോദിച്ചിരുന്നു, നമ്മൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നോക്കി വെക്കുക. ഫാക്ടറിങ്ങുമായി ബന്ധപ്പെട്ട നല്ലൊരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിനകത്തെ ആസ് യൂഷ്വൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കാണാനായിട്ടുള്ള ചോദ്യം. പക്ഷേ തൊട്ട് കഴിഞ്ഞ ആൻസർ ഇത്രയും വലിയൊരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് കുറച്ചും കൂടെ ചാൻസ് എനിക്ക് തോന്നിക്കുന്നു റിസീവബിൾസും ക്യാഷ് ചെയ്യുന്നതും ആയിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് പേയബിൾസ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ടോട്ടൽ ഏരിയ വരുന്നത്. അപ്പോൾ അതിൽ ഇത്രയും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഒന്നും കൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാൻ. കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ്. ഈ 4 ഏരിയയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിട്ടുള്ളത്. അതിൽ കോസ്റ്റ് ഓഫ് ഡെറ്റിനകത്ത് തന്നെ YTM മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ചാൻസിൽ YTM പ്രിഫറൻസ് ഷെയർ ബേസ് ചെയ്തിട്ട് YTMൻ്റെ ഒരു ചോദ്യം ചോദിച്ചു. എങ്കിൽ പോലും ഡെറ്റിൻ്റെ YTM ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. കാരണം മറ്റേത് നമ്മൾ ഫോമുല ബേസ് ചെയ്ത് പഠിച്ചിട്ട് ഈ YTM മെത്തേഡ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സുകളിലാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതലായിട്ട് സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് ഈ YTM. അതുകൊണ്ട് YTM മെത്തേഡ് സ്കിപ്പ് ചെയ്യാതെ പ്രോപ്പറായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. YTM കഴിഞ്ഞ ചാൻസിൽ ഒരു തവണ ചോദിച്ചെങ്കിൽ കൂടെ വീണ്ടും സ്റ്റിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് YTM മെത്തേഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. പിന്നെ കോസ്റ്റ് ഓഫ് KP, KEക്കകത്ത് തന്നെ നമ്മൾ പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച്, ഗോർഡൻ മോഡൽ, പിന്നെ ഏണിംഗ് മോഡൽ, CAPM ഇതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ CAPM ആണ് തൊട്ട് കഴിഞ്ഞ ചാൻസിൽ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഗോർഡൻ മോഡലോ ഗ്രോത്തോ ഏണിംഗ് മോഡലോ ഒക്കെ എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ചാൻസിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനായിട്ടുള്ള ഒരു പ്രോപ്പർ ചോദ്യമാണ്. അതായത് മൊത്തത്തിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാണാനായിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും വരാൻ സാധ്യത ഉണ്ടാവുക. അപ്പോൾ അത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിലോട്ട് വരികയാണെങ്കിൽ നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച്, മൊഡിഗ്ലനി മില്ലർ അപ്രോച്ച്, ഇതാണ് പ്രധാനപ്പെട്ട 3 അപ്രോച്ച് എന്ന് പറയുന്നത്. അത് തന്നെ വിത്ത് ടാക്സ്, വിത്തൗട്ട് ടാക്സ്. അപ്പോൾ ആ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിക്കകത്ത് കഴിഞ്ഞ ചാൻസിൽ നമുക്ക് ചോദിച്ചത് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് ഇൻകം അപ്രോച്ചോ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചോ അല്ലെങ്കിൽ അപ്രോച്ച് വിത്ത് ടാക്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയോ വേണമെങ്കിൽ ചെയ്യാം. ചിലപ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് കുറച്ചുകൂടെ ഒന്ന് കുറച്ചിട്ട് മറ്റ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് കൂട്ടിയും വേണമെങ്കിൽ വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കുമ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ച്, ഓപ്പറേറ്റിംഗ് അപ്രോച്ച് കാര്യമായിട്ട് നോക്കുക. സ്കിപ്പ് ചെയ്യരുത്. നോക്കുക. വിത്ത് ടാക്സ്, വിത്തൗട്ട് ടാക്സ്. അതിനകത്ത് തന്നെ വിത്ത് ടാക്സിൻ്റെ അപ്രോച്ച് ഒന്ന് കാര്യമായിട്ട് നോക്കി വെക്കുക. അതാണ് കുറച്ചും കൂടെ സാധ്യത കൂടുതലുള്ള ഒരു ഏരിയ എന്ന് പറയുക. മറ്റൊരു മെയിൻ ഏരിയ ലെവറേജ് അനാലിസിസ് ആണ്. അപ്പോൾ ലെവറേജിനകത്ത് 3 ലെവറേജ് മാത്രമേ ഉള്ളൂ. ഓപ്പറേറ്റിംഗ് കമ്പൈൻഡ്, ഫിനാൻഷ്യൽ കമ്പൈൻഡ്, 3 ലെവറേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് സെക്കൻഡ് പാർട്ട് EBIT EPS അനാലിസിസ്, അതിന് കുറച്ചും കൂടി ഒരു സ്ട്രെസ് കൊടുത്തേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ EBIT EPS അനാലിസിസ് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. ഇനി ലെവറേജ് അനാലിസിസിലോട്ട് വരുമ്പോൾ അവിടെ ഓപ്പറേറ്റിംഗ്, ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻ ലെവറേജ്, അത് 3 ലെവറേജിൻ്റെ കേസ് പഠിച്ചു. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ലെവറേജ് ബേസ് ചെയ്തിട്ട് റിവേഴ്സ് വർക്ക് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളെടുക്കുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ നോട്ട്സാണ് ഷെയർ ചെയ്തേക്കുന്നത്. അതിനകത്ത് തന്നെ ലെവറേജിനകത്തുനിന്ന് ഈ ഒരു ചോദ്യം നല്ല ചോദ്യമാണ്, നോക്കി വെച്ചേക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18 നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റിനകത്ത് കൊടുത്തേക്കുന്ന ഒരു ചോദ്യമാണ്. സെയിൽസ് റവന്യൂ ഓഫ് TM എക്സലൻസ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം ഒന്ന് നോക്കി വെച്ചേക്കുക, നല്ല ചോദ്യമാണ്. പിന്നെ കുറച്ചും കൂടെ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു നല്ല ചോദ്യമാണ്. RTP മെയ് 2022, അത് നല്ലൊരു ചോദ്യമാണ്. P&Q ഹാവിങ് സെയിം EBT.
However, margin of safety of P is 0.2 and for company Q is 1.25 times that of company P. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യം തന്നിട്ട് രണ്ട് കമ്പനികളുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ചോദ്യം നമ്മുടെ നോട്ട്സിനകത്തുള്ളതാണ്. അപ്പോൾ അതൊരു നല്ല അഡ്വാൻസ് ലെവൽ ചോദ്യമാണ്. അതൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഒരു ഇത് വളരെ നല്ല ചോദ്യമാണ്. December 21 ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നല്ല ക്വസ്റ്റ്യൻ ആണ്, അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ആദ്യം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനകത്തൊന്നുമില്ല, ആകെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ട് ഇൻഫർമേഷൻ അഡീഷണൽ പറയുന്നു. ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 5% ഓഫ് സെയിൽസ് ആണ്. ഓപ്പറേറ്റിംഗ് ലെവറേജ് 4 times ആണ്. അപ്പോൾ അത്രയും വെച്ചിട്ട് എക്സ് ഒക്കെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് രണ്ട് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലെവറേജ് അനാലിസിസിനകത്ത്. അതുപോലെ ബൗൺസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോറി, അതിനകത്തല്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലെവറേജ് ചെയ്യുന്ന കാര്യമായിട്ട് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇത്രയും കൊണ്ട് കഴിഞ്ഞു. പിന്നുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷൻ. ഈ മൂന്നെണ്ണമാണ്. അതിലെ ഏരിയാസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി എൻ്റെ നോട്ട്സ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ ഓരോ ചാപ്റ്ററിലെ എൻ്റെ നോട്ട്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഇത് സ്റ്റഡി മെറ്റീരിയൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെഷ്യൽ എക്കണോമിക്സ് സോണിൽ ഒരു മെഷീനറി, ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു ചോദ്യം. ആക്ച്വലി വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല, പക്ഷേ വർക്കിംഗ് വളരെ ലെങ്തിയാണ്. പക്ഷേ വേണമെങ്കിൽ MCQ ക്വസ്റ്റ്യനായിട്ട് വരാം. സ്പെഷ്യൽ എക്കണോമിക്സ് സോണിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിനകത്തുള്ള ഒരു ചോദ്യമാണ്. അതൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ നമുക്കൊരു ഹൈ ചാൻസ് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എക്സ്പെൻസ് അഡ്വാൻസ് പേ ചെയ്യുന്ന ഒരു സെനാരിയോ ആണ്. എഗെയിൻ സ്റ്റഡി മെറ്റീരിയൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Alpha Limited is a manufacturer of computer. It wants to introduce AI in making computers എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ബേസ്ഡ് ആണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അതിലെ എക്സ്പെൻസ് ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്പെൻസ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. കാരണം എക്സ്പെൻസ് അഡ്വാൻസ് പേ ചെയ്താൽ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ അഡ്വാൻസ് പേ ചെയ്താൽ അത് ഇയർ 0 എന്ന് വേണം ട്രീറ്റ് ചെയ്യാൻ. സെക്കൻഡ് ഇയറിലാണ് അഡ്വാൻസ് പേ ചെയ്യുന്നതെങ്കിൽ അതിനെ ഫസ്റ്റ് ഇയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. തേർഡ് ഇയർ അഡ്വാൻസ് കൊടുക്കുന്നത് സെക്കൻഡ് ഇയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പോഴാണ് മാത്രമാണ് നമുക്ക് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അഡ്വാൻസ് കൊടുത്തു എന്നത് കരുതി അതിൻ്റെ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഇയർ എൻഡിൽ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസ് അഡ്വാൻസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അഡ്വാൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ആസ് യൂഷ്വൽ അഡ്വാൻസ് എന്നുള്ള ഭാഗം മറന്നിട്ട് നമ്മൾ സാധാ പോലെ ഇയർ എൻഡിൽ മൈനസ് ചെയ്യുക. എന്നിട്ട് ടാക്സ് മൈനസ് ചെയ്തതിന് ശേഷം അത് അഡ് ബാക്ക് ചെയ്യുക. പിന്നീട് കറക്റ്റായിട്ട് അത് ഇയർ 0, 1, 2 കാണിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്ത് വെച്ചേക്കാനായിട്ട് ഒന്ന് ഓർത്തേക്കുക. ആൽഫ ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ സ്റ്റഡി മെറ്റീരിയലിലെ പ്രാക്ടിക്കൽ ക്വസ്റ്റിനകത്ത് തന്നെ ഈ ഡിപ്രീസിയേഷൻ്റെ ബ്ലോക്ക് കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആവുന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് കാര്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇനി വർക്കിംഗ് ക്യാപിറ്റലിലോട്ട് വരുമ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റലിലോട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷനാണ്. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ ആൻസറുകളൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മളതൊരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു 3 ചോദ്യമാണ് ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ്റെത് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എഗെയിൻ സ്റ്റഡി മെറ്റീരിയൽ ബേസ്ഡ് ആണ്. സ്റ്റഡി മെറ്റീരിയലിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റിനകത്തുള്ളതാണ് ഈ പറയുന്ന PQ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു ചോദ്യം. അതുപോലെ MA ലിമിറ്റഡ് എന്ന് പറയുന്നൊരു ചോദ്യം. അതുപോലെ അനേജ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ചോദ്യം. ഈ 3 ക്വസ്റ്റ്യനാണ് നമ്മൾ ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു സെഗ്മെൻ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളത്. 3ഉം നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റിനകത്ത് കിടക്കുന്ന ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്തേക്കാനായിട്ട് ഓർത്തേക്കുക.
ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത് എന്നുള്ളതൊന്ന് നോക്കി വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു ഏരിയ ആണ് ഡബിൾ ഷിഫ്റ്റ് വർക്കിംഗ്, എഫക്റ്റ് ഓഫ് ഡബിൾ ഷിഫ്റ്റ് വർക്കിംഗ്. അപ്പോൾ എഫക്റ്റ് ഓഫ് ഡബിൾ ഷിഫ്റ്റ് വർക്കിംഗ് പഠിച്ചപ്പോൾ നമ്മുടെ നോട്ട്സിനകത്ത് ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റഡി മെറ്റീരിയലിലെ ഇലിസ്ട്രേഷൻ 5 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഇലിസ്ട്രേഷൻ 5 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഷിഫ്റ്റ് വർക്കിംഗ് വരുവാണെങ്കിലുള്ള ഇമ്പാക്റ്റ്. ഡബിൾ ഷിഫ്റ്റ് വർക്കിംഗ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിക്സഡ് കോസ്റ്റ് ഡബിൾ ഷിഫ്റ്റിലോട്ട് പോകുമ്പോൾ അതിനെന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് കാര്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റലിനകത്തുനിന്ന് എക്സെപ്ഷണലായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നോർമൽ ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് കാര്യമായിട്ടൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യരുത്. ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി മാത്രം ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പോയി നന്നായിട്ട് എഴുതുക. കഴിഞ്ഞ ചാൻസ് കുറച്ച് ടൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ചാൻസ് വളരെ ഈസി ആയിരിക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ലൊരു ചോദ്യം ആവട്ടെ, നല്ലൊരു ചാൻസ് ആവട്ടെ. പോയി വളരെ നന്നായിട്ട് എഴുതുക, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.